ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴിതാണ്ട് ഇതുപോലെ കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു വഴുതനങ്ങയും പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു വഴുതനങ്ങ എടുത്തിട്ട് ദാണ്ടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാണ്. ഒന്ന് നീളത്തിൽ അത്യാവശ്യം കനം കൂട്ടി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വെള്ളത്തിലിട്ടേക്കാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ നിറമൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി. അതുപോലെ ഒരു 2 ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അതും ഒന്ന് ക്ലീനാക്കി നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കാണ്. അപ്പം വഴുതനങ്ങയും എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു 10-12ഓളം വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് മല്ലി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തോളൂ കേട്ടോ. ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം മല്ലിയില ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പുതിന ഇല ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്തോളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കണം. പൾസ് മോഡിലിട്ട് 2-3 വട്ടം ഒന്ന് ക്രിക്കർ ആക്കുമ്പോഴേക്കും ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന ഒരു മിക്സിയുടെ ജാർ ഇത് നല്ല പോലെ അങ്ങോട്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ദാണ്ടേ ഞാനിവിടെ മിക്സിയുടെ ജാറിലിരുന്ന് എല്ലാം നല്ലപോലെ വടിച്ച് തന്നെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും മല്ലിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇനി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ വളരെ കുറച്ച് മാത്രം വെള്ളത്തിൽ ഇതൊന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും പച്ചമണമൊക്കെ മാറാനുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നല്ല പോലെ ഒന്നങ്ങ് തിളച്ച് വരട്ടെ. തിളച്ച എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെയും ഒന്നങ്ങ് തിളപ്പിക്കണേ. ഇപ്പോൾ ദാണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഒന്ന് തിളച്ച് കിട്ടേണ്ടത്. എണ്ണയൊക്കെ ഒന്ന് മുകളിലൂടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കത്തിരിക്ക ഉണ്ടല്ലോ അതും ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇനി എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ അങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഉരുളക്കിഴങ്ങ് വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ കത്തിരിക്ക വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാം. രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വാഴക്കയിലും ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലൊരു റെസിപ്പിയാണിത്. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടവും യോജിക്കുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നല്ല പോലെ ഒന്നുകൂടെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നല്ല രീതിയിൽ എല്ലായിടും ഒന്ന് മിക്സായി കിട്ടുന്ന പോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ ബാക്കി വന്ന വെള്ളവും പിന്നെ ഒരല്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഈ വെള്ളം ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല, ആദ്യം കിടന്നങ്ങ് വെന്തോളും. പക്ഷേ ഇത് അടിയിലൊക്കെ പിടിക്കും കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇത് നല്ലപോലെ അങ്ങ് വെന്ത് വരുന്നവരെയും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ദാണ്ടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ദാണ്ടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതുപോലെ ആ ഉരുളക്കിഴങ്ങിനകത്ത് അല്ലെങ്കിൽ കത്തിരിക്കയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുമ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വെന്തു എന്നാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വേവാനുള്ളത് പോലെ എനിക്ക് തോന്നി. പക്ഷെ ഉരുളക്കിഴങ്ങൊക്കെ രണ്ടായിട്ട് കട്ടായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരിത്തിരിയും കൂടെ ഒന്ന് സോഫ്റ്റായി വരാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവട്ടെ. അപ്പോൾ ദാണ്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം, എന്തും ആയാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പേരിട്ടോ. എന്തായാലും നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ ഈ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.